രാജ്യത്തെ നടുക്കി വിമാനാപകടം. ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ A171 വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം മേഘാനി നഗർ എന്ന ജനവാസ മേഖലയിൽ തകർന്നു വീണ് ദാരുണമായി അപകടം സംഭവിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:38 റൺവേ 23 നിന്നും പറന്നുയർന്ന ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം 230 യാത്രക്കാരും 12 ജീവനക്കാരുമായി ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പോകവേ വിമാനത്താവളത്തിന് സമീപം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഏറ്റവും മാരകമായ യാത്രാ വിമാന അപകടമാണിത്. 2020 കോഴിക്കോട് വിമാനാപകടത്തിന് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിന്റെയും തൊട്ടു പിന്നാലെ വിമാനം തകർന്ന് തീഗോളമായി മാറുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എയർ ഇന്ത്യയുടെ VT-ANB ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനത്തെ നിയന്ത്രിച്ചിരുന്നത് 8200 മണിക്കൂർ പറക്കൽ പരിചയമുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാളും 1100 മണിക്കൂർ പറക്കൽ പരിചയമുള്ള കോ പൈലറ്റ് ക്ലൈവ് കുന്ദറുമാണ്. പോലീസ് കൺട്രോൾ റൂമിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വിമാനം 1:39 പറന്നുയർന്ന് ഉടൻ ഡിസ്ട്രസ് കോൾ ATCക്ക് ലഭിച്ചെങ്കിലും തുടർന്നുള്ള വിളികൾക്ക് വിമാനം മറുപടി നൽകിയില്ല. അപകട വിവരം അറിഞ്ഞയുടൻ രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF ടീമുകളും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര യാദവ് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുമായി നേരിട്ട് സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ മന്ത്രി ഉടൻ അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നും അറിയിച്ചു. ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉടൻ ലഭ്യമാക്കണമെന്നും പ്രധാനമന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന ആദ്യത്തെ മാരക വിമാനാപകടമാണിത്. 2020 ഓഗസ്റ്റ് 7 കോഴിക്കോട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് IX-1344 റൺവേയിൽ നിന്ന് തെന്നിമാറി 30 അടി താഴ്ചയിൽ വീണ് 19 പേർ മരിച്ചിരുന്നു. 2010 മംഗലാപുരത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് IX-812 തകർന്ന് 158 പേർ മരിച്ചു. 1998 പട്നയിൽ അലയൻസ് എയർ ഫ്ലൈറ്റ് 7412 ജനവാസ മേഖലയിൽ തകർന്ന് 60 പേർ മരിച്ചു. 1996 ചർക്കി ദാദ്രി കൂട്ടിയിടിയിൽ 349 പേർ മരിച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും മാരകമായ വിമാന കൂട്ടിയിടികളിൽ ഒന്നാണ്. 1993 ഔറംഗാബാദിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 491 ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് 55 പേർ മരിച്ചു. 1990 ബാംഗ്ലൂരിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 605 തകർന്ന് 92 പേർ മരിച്ചു. 1982 അഹമ്മദാബാദിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 113 തകർന്ന് 133 പേർ മരിച്ചു. 1978 മുംബൈയിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 855 അറബിക്കടലിൽ തകർന്ന് 213 പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.